ഒരു ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്ന ശേഷം ഇടത്തരം വലുപ്പത്തിലുള്ള 3 സബോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടെ ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് സബോള വഴറ്റിയെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളർ ആയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 3/4 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ചിരവിയ തേങ്ങയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിള വന്ന ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന 4 മുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്ത് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. നന്നായി തെളിഞ്ഞു വന്ന ശേഷം ഏറ്റവും അവസാനം തീ ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളുടെ കിടിലൻ നാടൻ മുട്ടക്കറി റെഡിയായി. ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കോംബോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. Till then, take care and bye-bye.